ഹലോ ഗൈസ്, ഞാൻ വന്നിട്ടോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടെക് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്. ഇന്നെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഓക്കെ, 2 ദിവസം കൂടി കഴിയുമ്പോൾ ഓഗസ്റ്റ് 10-ാം തീയതി. ഓഗസ്റ്റ് 10-ാം തീയതി ഒരു കിടിലൻ ഫോൺ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഏതാണെന്നറിയോ ഗൈസ്? വേറൊന്നുമല്ല, iQOO Neo 11 Ultra എന്ന് പറഞ്ഞ ഫോണാണ് ഗൈസ്. ഓഗസ്റ്റ് 10-ാം തീയതി ഇറങ്ങും. ഇനി പറഞ്ഞാൽ 2 ദിവസം കൂടി ഉള്ളു. അപ്പൊ ഈ iQOO Neo Ultrയുടെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോ ഇട്ടോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് iQOO Neo 11 Ultra. ഓക്കെ, തുടങ്ങിയാലോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ ഫ്ലാറ്റ് 2K OLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, 6.83 ഇഞ്ചിന്റെ ഫ്ലാറ്റ് 2K OLED ഡിസ്പ്ലേ. ഓക്കെ, അടിപൊളി ഡിസ്പ്ലേ ആണ് ഗൈസ് അത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം സൈസുള്ള ഒരു ഡിസ്പ്ലേ സ്ക്രീനാണ് ഫോണിന് കൊടുത്തേക്കണത്. അതെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. വേറൊന്നുമല്ല, 144 Hz ആണ് ഗൈസ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതും ഒരു അടിപൊളി കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഗൈസ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൊസസ്സർ ആണ് ഗൈസ്. ഈ ഫോണിൽ തന്നെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒക്ടാ കോർ MediaTek Dimensity 9500 ചിപ്സെറ്റ് ആണ് ഗൈസ് ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, iQOO Neo 11 Ultrയുടെ പ്രൊസസ്സറാണ്, ഒക്ടാ കോർ MediaTek Dimensity 9500. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോൺ സോഫ്റ്റ്വെയർ ആണ് ഗൈസ്. iQന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒറിജിൻ OS 6 ബേസ്ഡ് ഓൺ Android 16. ഓക്കെ, അതാണ് ഈ ഫോണിൽ വന്നേക്കണ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഗൈസ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 12 GB റാമും പിന്നെ 256 GB സ്റ്റോറേജും ആണ് ഗൈസ് ഈ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഗൈസ് സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ഫോണുകൾക്കൊന്നുമില്ല ഗൈസ്, ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നില്ല ഗൈസ്. ഹെഡ്ഫോൺ ജാക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഫോണുകൾക്കൊന്നും വന്നില്ല. അതുപോലെ തന്നെ ഈ ഫോണിലും അത് വന്നില്ല ഗൈസ്, ഹെഡ്ഫോൺ ജാക്കൊന്നും വന്നില്ല. പക്ഷേ ഫിംഗർ പ്രിന്റ് ഐഡിയും ഫിംഗർ പ്രിന്റ് സെൻസറും പിന്നെ ഫേസ് ഐ ഡി ഇത് രണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 9000 mAh ഒരു ബാറ്ററിയാണ് ഗൈസ് കമ്പനി കൊടുത്തേക്കുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ 16 MP ഫ്രണ്ട് സെൽഫി ക്യാമറ ഉണ്ട്, 8 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്, 50 MP മെയിൻ റെയർ ക്യാമറ ഉണ്ട്. ഓക്കെ, ഒരു അത്യാവശ്യം നോർമൽ രീതിയിലെ ക്യാമറ ഉണ്ട് ഗൈസ്. കുഴപ്പമില്ലാത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ചാർജിങ് എന്ന് പറഞ്ഞാൽ 100 വാട്ടിന്റെ ക്വിക്ക് ഫാസ്റ്റ് വൈഡ് ചാർജിങ് ആണ്, USB Type-C ആണ്. ഓക്കെ, 100 വാട്ടാണ് ചാർജ് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഫോണിന്റെ വില തന്നെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 49,999 ആണ്. എന്ന് വെച്ചാൽ റൗണ്ട് ഫിഗർ 50,000 രൂപ. 50,000 രൂപ ഈ ഫോണിന്റെ വില തന്നെ പറഞ്ഞാൽ. iQOO Neo 11 Ultrയുടെ പ്രൈസ് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഈ ഫോൺ 2 ദിവസം കൂടി കഴിയുമ്പോൾ റിലീസ് ആവും, ഓഗസ്റ്റ് 10-ാം തീയതി റിലീസ് ആവും. ഓക്കെ, അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞാൽ. 50,000 രൂപയ്ക്ക് ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. എന്ന് വെച്ചാൽ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കണത് കമ്പനി. അതൊക്കെ എനിക്ക് പേഴ്സണലി ഫോൺ ഇഷ്ടപ്പെട്ട്, കാണാനും എനിക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഇപ്പൊ എന്തായാലും ഫോണൊക്കെ നല്ല പൈസയാണ് കഴിച്ചത്. എന്തായാലും 30,000 മേളിലാണ് ഇപ്പൊ എല്ലാ ഫോണിലെ വില തന്നെ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി എല്ലാം കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറെ ഫീച്ചേഴ്സ് ഒക്കെ അവർ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അടിപൊളി തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഓഗസ്റ്റ് 10-ാം തീയതി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതിന്റെ iQന്റെ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫോണിന്റെ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ആ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന ഒരു നോർമൽ ഫോൺ, ഗെയിമിങ്ങിന് വലിയ ഫോണൊന്നുമല്ല, ഒരു നോർമൽ പേഴ്സൺ ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ ഈ ഫോണിനെ പറയുള്ളൂ. നല്ല ഫോണാണ്, നോർമൽ ക്യാമറയിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ചാർജർ 100 വാട്ടാണ്, വേഗം ചാർജർ ആയിക്കോളൂ. വലിയ ഒരു കൂടി വന്നാൽ 1.5 മണിക്കൂർ തന്നെ ഫുൾ ചാർജ് ആയിക്കോളും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ടെക് വീഡിയോ വീണ്ടും വരുന്നേക്ക് ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്.